ഈ ഉരുൾപൊട്ടൽ കാണാതായത് 29 കുട്ടികളെ എന്ന് DDE ശശീന്ദ്ര വ്യാസ് അറിയിക്കുകയാണ്. അതിൽ മൃതദേഹം കിട്ടിയത് 4 കുട്ടികളുടെ മാത്രമാണ്. അതിൻ്റെ വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, 29 കുട്ടികൾ എന്ന് പറയുന്നത് വല്ലാത്ത കണക്കാണ്. കുട്ടികളുടെ കണക്കാകുമ്പോൾ പ്രത്യേകിച്ചും അതിൻ്റെ വേദനയുടെ ഭാരം കൂടും. ഷഫീദ്, ബാക്കി കുട്ടികളെക്കുറിച്ച് ശശീന്ദ്ര വ്യാസ് അറിയിക്കുന്നത് എന്താണ്? അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഏത് വഴിക്കാണ്? ഇപ്പോൾ നടത്തിയ റിപ്പോർട്ടിങ്ങിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കണക്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ നിന്ന് 29 കുട്ടികളെ കാണാതായി എന്നുള്ളതാണ് ഔദ്യോഗികമായി ഇപ്പോൾ ആ യോഗത്തിൽ അറിയിച്ചിരിക്കുന്ന കണക്കുകൾ. മുണ്ടക്കൈ വെള്ളർമല പ്രദേശത്തെ 2 സ്കൂളുകളിൽ നിന്നും മേപ്പാടി ഭാഗത്തെ 2 സ്കൂളിൽ നിന്നുമായി ആകെ 29 വിദ്യാർത്ഥികളെ കാണാതായതായി യോഗത്തിൽ DDE അറിയിച്ചിട്ടുണ്ട്. 2 സ്കൂളുകളാണ് ഉരുൾപൊട്ടിയ ഭാഗങ്ങളിൽ ഉള്ളത്. ഇതിൽ വെള്ളാർമല സ്കൂളിൽ നിന്ന് 11 കുട്ടികളെയാണ് കാണാതായത്. കാണാതായ 29 കുട്ടികളിൽ 4 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. മുഴുവൻ കുട്ടികളുടെയും വിശദവിവരങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നും യോഗത്തിൽ DDE അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണക്കിപ്പോൾ പുറത്തുവരുന്നു. 29 കുട്ടികൾ, അത് കുട്ടികളെ കാണാതായി എന്നുള്ള കണക്കിപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്യോഗസ്ഥല യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. മൃതദേഹം കിട്ടിയാൽ 3 മിനിറ്റിനുള്ളിൽ പോസ്റ്റ്മോർട്ടം തുടങ്ങുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും ഈ യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. ക്യാമ്പിൽ കഴിയുന്നവർക്ക് മാനസികാഘാത പ്രശ്നമുണ്ട്. കൌൺസിലിംഗ് നൽകി വരികയാണ്. പകർച്ചവ്യാധിയാണ് അടുത്ത ഭീഷണി. അത് തടയാൻ മൃഗങ്ങളുടെ മൃതദേഹങ്ങളും വേണ്ട രീതിയിൽ സംസ്കരിക്കാനുള്ള നടപടികൾ ചെയ്യുന്നുണ്ട് എന്ന് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് റിപ്പോർട്ടിംഗ് ഉണ്ടായിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഈ ദുരന്തത്തിന്റെ ഭീതി അത് കൂടുതൽ വ്യക്തമാക്കുന്നതും വെളിപ്പെടുത്തുന്നതുമാണ് ഈ കുട്ടികളുടെ എണ്ണം. ആ കുട്ടികളുടെ എണ്ണം 1ഉം 2ഉമല്ല, 29 കുട്ടികളെയാണ് ഈ മേഖലകളിൽ നിന്ന്, മുണ്ടക്കൈ വെള്ളാർമല മേഖലകളിൽ നിന്ന് കാണാതായിട്ടുള്ളത്. വെള്ളാർമല സ്കൂളിന്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. കുട്ടികൾ കളിച്ച മൈതാനമില്ല, കുട്ടികളിരുന്ന് പഠിച്ച സ്കൂളുകളില്ല, പല സ്കൂളുകളിലും പൊളിഞ്ഞു കിടക്കുന്നു. അതിനപ്പുറത്തേക്ക് സ്കൂളിലെ പ്രധാനാധ്യാപകൻ പൊട്ടിക്കരയുന്നതിറക്കം നമ്മൾ രാവിലെ കണ്ടതാണ്. അങ്ങനെ മൊത്തം 29 കുട്ടികൾ വയനാട്ടിലെ മഹാദുരന്തത്തിൽ കാണാതായി എന്നുള്ള വിവരം ഇപ്പോൾ പറയുന്നുണ്ട്. അതിൽ കണക്കുകളടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കാണാതായ 29 കുട്ടികളിൽ 4 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ള കണക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. ഓരോ വിഭാഗങ്ങളുടെയും വകുപ്പുകളുടെയും കൃത്യമായ റിപ്പോർട്ടിംഗ് ഈ ഉദ്യോഗസ്ഥതല യോഗത്തിൽ നടന്നിട്ടുണ്ട്. ഹഷ്മി, വീടുകൾ ഉൾപ്പെടെ 348 കെട്ടിടങ്ങളെയാണ് ഉരുൾപൊട്ടൽ ബാധിച്ചതെന്ന് റവന്യൂ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അവകാശികളില്ലാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ പ്രോട്ടോകോൾ തയ്യാറായിട്ടുണ്ടെന്ന് പ്രത്യേക ഉദ്യോഗസ്ഥൻ ശ്രീറാം സാംബശിവറാവു അറിയിച്ചിട്ടുണ്ട്. 129 മൊബൈൽ ഫ്രീസറുകൾ നിലവിൽ ഉണ്ട്. ഇതിൽ 59 എണ്ണം ഉപയോഗിക്കുന്നുണ്ട്. മൊബൈൽ ഫ്രീസർ നൽകാൻ കർണാടക തയ്യാറായിട്ടുണ്ടെന്നും ഈ യോഗത്തിൽ അറിയിച്ചു. കാണാതായ ആളുകളെ കണ്ടെത്താൻ പ്രത്യേക നോഡൽ ഓഫീസറെ ചുമതലപ്പെടുത്തിയതായി തദ്ദേശ സ്വയംഭരണ വകുപ്പും അറിയിച്ചിട്ടുണ്ട്. അറിയപ്പെടാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന കാര്യം അതാത് ഗ്രാമപഞ്ചായത്തുകൾ തീരുമാനിക്കുമെന്നും ഈ യോഗത്തിൽ പറയുന്നു. അങ്ങനെ ഈ മഹാദുരന്തത്തിന്റെ ആഘാതം വ്യക്തമാക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള തീരുമാനങ്ങൾ അത് ഇന്ന് ഈ യോഗത്തിലുണ്ടായി. മിക്ക വകുപ്പുകളും അതുമായി ബന്ധപ്പെട്ട അവരുടെ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഇനി അടുത്ത കാര്യം പകർച്ചവ്യാധി, മറ്റൊന്ന് ക്യാമ്പുകളിലെ ജീവിതമാണ്. ക്യാമ്പുകളിൽ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നും സ്വകാര്യത ഉറപ്പുവരുത്തുമെന്നും മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ഈ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് ക്യാമ്പുകളിൽ ഭക്ഷണ സാധനങ്ങൾ സപ്ലൈകോ വഴി കൃത്യമായി എത്തിക്കണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ ഈ യോഗത്തിൽ ഉയർന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നമ്മളെ ഞെട്ടിക്കുന്നത് ആ കാണാതായ കുട്ടികളുടെ കണക്കാണ്. ഹഷ്മി, ഷഫീദ് റാവുത്തർ അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഉരുൾപൊട്ടൽ കാണാതായത് 29 കുട്ടികളെന്നാണ് DDE ശശീന്ദ്രവാസ് റിപ്പോർട്ടിങ്ങിലാണ്. അതിൽ തിരിച്ചറിഞ്ഞ 4 കുട്ടികളുടെ മൃതദേഹം മാത്രമാണ്. നമ്മൾ ഒരുപാട് കുട്ടികളുടെ മൃതദേഹങ്ങൾ കാണുന്നുണ്ട് ഈ ദിവസങ്ങൾ. അതിൽ തിരിച്ചറിഞ്ഞ 4 പേരുടെ മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ അടക്കം മൃതദേഹങ്ങൾ കാണേണ്ടി വന്ന ഒരു കെട്ടകാലമാണ്, ഒരു വല്ലാത്ത കാലമാണിതെന്ന് ഉറപ്പായും പറയേണ്ടി വരും. ദുരന്തമുഖത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോഴും അതിൻ്റെ വ്യാപ്തി തരിമ്പ് പോലും ഇപ്പോൾ ഉണ്ടായിട്ട് 2 ദിവസം കഴിയുന്നുണ്ടെങ്കിലും അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ ഞെട്ടൽ അല്പം പോലും കുറയുന്നില്ല എന്ന് മാത്രമല്ല, ഓരോ മണിക്കൂർ കഴിയും തോറും അത് 291 ആ മരണസംഖ്യ വല്ലാതെ ഉയരുമ്പോൾ നമ്മൾ കൂടുതൽ സങ്കടപ്പെടുന്നു. നമ്മൾ കൂടുതൽ ഹൃദയവേദന ഉള്ളവരാകുന്നു. അങ്ങനെ ഹൃദയവേദന ഉള്ളവരായി നിൽക്കുമ്പോൾ തന്നെ, അങ്ങനെ നമ്മൾ ആകെ പതറി നിൽക്കുന്നവരായിരിക്കുമ്പോൾ തന്നെ ആ രക്ഷാദൗത്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പതർച്ച ഈ നിമിഷം വരെ പ്രകടമല്ല എന്ന് എടുത്തു പറയേണ്ടി വരും. പ്രകൃതി അങ്ങേയറ്റം അവിടെ രക്ഷാദൗത്യത്തിന് അനുവാദം കൊടുക്കാതിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അനുവദിക്കാതിരിക്കുമ്പോഴാണ് അവർക്ക് മടങ്ങേണ്ടി വരും.